ഹലോ, എല്ലാവർക്കും സുഖമല്ല. അപ്പോഴേ ഞങ്ങൾ ഈ മൂന്നാളും കൂടി ഈ വഴി വന്ന് വണ്ടി ഇട്ടിരിക്കുന്നത് പൊന്നൂസിനെ കാത്തിരിക്കുക. കാര്യം ഇന്നലെ വന്ന സമയത്തായിരുന്നു ബസ് വന്നില്ല. ഞങ്ങൾ കുറേ നേരം ഇരുന്ന്. കാരണം നമ്മുടെ ഇതിലേ കൂടെ നമ്മുടെ പ്രിയദർശിനി ബസ് പോകുന്നുണ്ട്. ഇത് കോട്ടോട്ടം ബസ്സാണേ പോയത്. അങ്ങനെ കാത്തിരുന്ന് നടന്നുമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പൊന്നൂസിൻ്റെ സ്കൂൾ ബസ് വന്നു. പൊന്നൂസ് പഠിക്കുന്നത് സെങ്കുരേറ്റിയുടെ തന്നെ സെൻറ്റ് ജോൺസ് സ്കൂളിലാണ്. ഇംഗ്ലീഷ് മീഡിയമാണ്, പക്ഷേ സിലബസ് കേരള സിലബസ് ആണെന്നേ ഉള്ളൂ. അങ്ങനെ ചേച്ചിയെ കണ്ടിട്ട് ജാനിക്കുട്ടി കിടന്ന് വിളിക്കുന്നതാണ് നിങ്ങൾ ഈ കൈ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നത്. പൊന്നൂസ് അച്ഛനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അനിയത്തിക്കുട്ടി ചേച്ചിയെ പിടിച്ച് സീറ്റിലൊക്കെ ഇരുത്തി. പിന്നെ കുറച്ച് നേരം സ്നേഹപ്രകടനമായിരുന്നു. പൊന്നൂസ് വന്നപ്പോഴേ ചോദിച്ച് എന്നെ വിളിക്കാൻ മാത്രം വന്നതാണോ അതോ നമ്മൾ കടയിൽ പോകുന്നതെന്ന്. പൊന്നൂസിൻ്റെ അടുത്ത് പറഞ്ഞില്ല, മോനെ വിളിക്കാൻ വേണ്ടി മാത്രം വന്നേ, കടയിൽ പോകുന്നില്ല. പക്ഷേ വണ്ടി എടുത്തപ്പോൾ പൊന്നൂസിന് മനസ്സിലായി കടയിൽ പോകുന്നത്. അവിടെ പൊന്നൂസിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കിട്ടി. പൊന്നൂസ് ഇപ്പോൾ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നേരെ പിന്നെ നമ്മൾ വന്നത് കോട്ടോട്ടം ജംഗ്ഷനിലുള്ള ചെറിയൊരു ഹോട്ടലിലോട്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. പൊന്നൂസിനും ജാനിക്കുട്ടിക്കും പൊറോട്ടയും വാങ്ങിച്ച് ഞാനും ഏട്ടനും ഒരു കട്ടനും കുടിച്ചു. വൈകുന്നേരം ആയതേ ഉള്ളായിരുന്നു. പൊറോട്ട വന്ന വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല. ആ സമയം എനിക്ക് നമ്മുടെ വീട് പണിയുന്നിടത്തുനിന്ന് ഒരു സർവേയുടെ കോൾ വന്നു. പിന്നെ അങ്ങനെ സംസാരിച്ച് നിന്ന്. ഇത് നമ്മുടെ കോട്ടോട്ടം ജംഗ്ഷൻ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലാണ്. നല്ല ഫുഡായിരുന്നു. ഞാനിങ്ങനെ ഏട്ടൻ ഓരോ വട്ടം കാല് വെക്കുമ്പോൾ അനങ്ങുമ്പോഴും ഞാൻ വരും, ഏട്ടൻ ഇപ്പം വരും, ഏട്ടൻ ഇപ്പം വരും. പക്ഷേ ഏട്ടൻ പിന്നെ കുറേ നേരം അവിടെ ഇത് കാര്യം പറഞ്ഞ് പിന്നെ ഇറങ്ങി വന്ന്. ഇതിൻ്റെ ഇടയിൽ കൂടെ പൊന്നൂസ് പ്ലാനിട്ട് ഐക്യരകോണത്ത് പോകാമെന്ന്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബൈ.